എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. കുറച്ച് ദിവസം അധികമായി നമ്മൾ കണ്ടിട്ടില്ലേ? കുറച്ചധികം ദിവസമായി. അതെ, അതെ, ഓക്കെ. അതെ, അതെ. ജഗത് നമുക്കിന്ന് ട്രംപിനെ കുറിച്ച് സംസാരിക്കണം. ആ ട്രംപിനെ നെഗറ്റീവ്ലിയും പോസിറ്റീവും ഒക്കെയായി അനലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അന്ന് ഗസ സമാധാന പ്ലാൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ട്രംപിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത മുഴുവനും ആഘോഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ടിപ്പുറത്ത് അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയാണ്, പ്രധാനമായും സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ. ഇതിനിടയിലാണ് ട്രംപ് ചൈനയ്ക്ക് 100% താരിഫ് അടിച്ചേൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അതായത് ആഹ് ഒരു രാജ്യത്തെ അതിന്റെ ഗ്രേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പത്തിക മേഖലകളെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ആധുനിക ലോകത്തിലെ ഏറ്റവും മികച്ച തീരുമാനം എന്നാണ് നമ്മൾ ഗ്ലോബലൈസേഷന്റെ പല ഉദാഹരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി അമേരിക്കയുടെ അതിർവരമ്പുകളെ ക്ലോസ് ചെയ്യുന്ന ഒരു സമീപനമാണ് ട്രംപ് എടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ചോദ്യം, നിലവിലെ അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥ അത് വളരെ അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നു. അവിടെ വിലക്കയറ്റം അതിരൂക്ഷമാവുന്നുണ്ട്. സാധനങ്ങൾക്ക് അമിതമായ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒരു സ്ഥിതി അമേരിക്കൻസിന് ഉണ്ടാവുന്നുണ്ട്. എന്താണ് അമേരിക്കയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി? പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എല്ലാം തകിടം മറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ താരിഫ് കൂടി ചൈനയ്ക്ക് 100% അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നിലവിലെ മാറ്റങ്ങൾ? അത് ട്രംപ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് റെയർ എർത്തിന്റെ ഒരു നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന, അതായത് യുഎസിന് റെയർ എർത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ചൈനയിൽ നിന്ന് യുഎസ്. അപ്പം ആ യുഎസിന് കൊടുക്കുന്ന റെയർ എർത്തുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ചൈന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഉള്ള ഒരു രാജ്യമാണ് യുഎസ്. അപ്പം അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതിനൊരു റിട്ടാലിയേഷൻ എന്നുള്ള നിലയിലാണ് ട്രംപ് ഇപ്പോൾ ഒരു 100% താരിഫ് ഇപ്പം ചൈനയുടെ പുറത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള. ഓൾറെഡി പല കീ ആയിട്ടുള്ള മേഖലയിലും ട്രംപ് വരുന്നതിന് മുന്നേ തന്നെ ചൈനയ്ക്ക് 100% താരിഫ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഇവിസ്, ചൈനയിൽ നിന്നുള്ള ഇവിസിനൊക്കെ ഓൾറെഡി 100% താരിഫാണ് കാനഡയിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പൊ കാനഡ അതിനെപ്പറ്റി ഒന്ന് പുനർവിചിന്തനം നടത്തുമെന്നുള്ള ഒരു പോളിസിയിലാണ് നിൽക്കുന്നത്. കാരണം ലോബിയിങ് ആണ് കാനഡയിലെ ഏറ്റവും വലിയ ഓട്ടോമാക്കേഴ്സ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കാനഡയ്ക്ക് സ്വന്തമായിട്ട് കാർ കമ്പനികളൊന്നുമില്ല. യുഎസിലുള്ള കാർ കമ്പനീസ് ആണ് കാനഡയിൽ കാർ വിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഓട്ടോ മാനുഫാക്ചറിങ്ങിന്റെ പുറത്ത് ഓൾറെഡി താരിഫ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് പുറമേ ഇപ്പോൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ലിഥിയം അയൺ ബാറ്ററീസ്, പിന്നെ മറ്റുള്ള ഓൾമോസ്റ്റ് എവറിതിങ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു വാൾമാർട്ടോ അല്ലെ കോസ്കോ പോലുള്ള വലിയൊരു ഷോപ്പിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ സാധനവും ഓൾമോസ്റ്റ് ചൈനയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ ഫർണിച്ചേഴ്സ് ആണെങ്കിലും ശരി, തുണിത്തരങ്ങളാണെങ്കിലും ശരി, പിന്നെ മറ്റുള്ള സ്റ്റേഷനറീസ്, ബുക്കുകൾ, പേന, പെൻസിൽ, സകല സാധനങ്ങളും യുഎസിൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിപ്പം ചൈനയുടെ പുറത്ത് പെട്ടെന്ന് ഒരു റിട്ടാലിയേറ്ററി താരിഫ് എന്ന് പറഞ്ഞ് 100% അടിച്ചു കൊടുക്കുമ്പോൾ അതിന് അവർക്ക് പെട്ടെന്ന് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ചൈനയാണ് ലോകത്തിന്റെ ഫാക്ടറി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ പുറത്ത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആത്യന്തികമായിട്ട് യുഎസ് കൺസ്യൂമേഴ്സ് തന്നെ അതിന്റെ പ്രൈസ് പേ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ ഉണ്ടായിരുന്നു യുഎസിൽ. അപ്പൊ അതിനെ സംബന്ധിച്ചും ഒരു സമവായത്തിൽ അവര് എത്തിച്ചേർന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നെ പറ്റി വളരെ ഒരു ഗൗരവപരമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ട്രംപിന്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ യുഎസിൽ എടുക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം ട്രംപിന് ഒരു ഈഗോയുടെ പുറത്താണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നു. അതിനുശേഷം അത് കിട്ടിയില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ട്രംപും ഭയങ്കര ഈഗോ ഡ്രിവൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് ആർക്കും ഒരു തരത്തിലുള്ള ഐഡിയ ഇപ്പൊ കിട്ടുന്നില്ല. കാരണം ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടിയുള്ള ഒരു ഇതാണ് സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പൊ തന്നെ ട്രംപിന്റെ കോർ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഫാമേഴ്സിനെ ഇപ്പൊ അവിടേക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കോൺ എക്സ്പോർട്ട് ആയാലും സോയ എക്സ്പോർട്ട് ആയാലും ഇതിലേക്ക് 50% വാങ്ങിച്ചുകൊണ്ടിരുന്നത് ചൈനയായിരുന്നു. ചൈനയുടെ പുറത്ത് താരിഫ് അടിച്ചപ്പോഴത്തേക്ക് ചൈന ബ്രസീൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക്
അവര് ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. എസ്പെഷ്യലി സോയ എന്നുള്ളത് US-ലെ ഒരു വലിയ മാർക്കറ്റ് ആയിരുന്നു ചൈന. ചൈന പെട്ടെന്ന് തന്നെ അത് നിർത്തിയ ശേഷം ഇപ്പം ബ്രസീലുമായിട്ട് അവരൊരു കരാറുണ്ടാക്കിയിട്ട് ബ്രസീലിൽ നിന്നും സോയ എക്സ്പോർട്സ് ചൈനയിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻഷിപ്പിൽ ട്രംപിന്റെ ഇങ്ങനത്തുള്ള എടുത്തുചാട്ടം മൂലം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ പല ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ് സബ്സിഡിക്ക് വേണ്ടി ഈ ഒരു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓൾമോസ്റ്റ് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഫാർമേഴ്സ് എല്ലാം വളരെ കഷ്ടപ്പാടിലാണ്. എസ്പെഷ്യലി ഫ്ലോറിഡ, കാലിഫോർണിയ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം അവിടെയൊക്കെ ഫാം ലേബർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇമിഗ്രൻസ് ആയിരുന്നു. അവര് എല്ലാം ഇപ്പം പേടിച്ച് മെക്സിക്കോ എന്നൊക്കെ ഉള്ളവർ കുറെ പേരൊക്കെ രക്ഷപ്പെട്ടും തിരിച്ച് മെക്സിക്കോയിൽ പോയി. അല്ലാത്തുള്ളൊന്നും ഫാമിൽ പണിയെടുക്കുന്നില്ല. ഫാമില് ഐസിന്റെ റെയ്ഡ് തുടക്കത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ട്രംപ് നിർത്തലാക്കി. പക്ഷെ എന്നിരുന്നാലും ഈ പേടി കാരണം ആൾക്കാർ പുറത്തിറങ്ങാത്തത് മൂലം ഈ ചെറുകിട കർഷകർക്കും സ്ട്രോബെറി ഫാംസ് അതൊക്കെ നടത്തിക്കൊണ്ട ഓറഞ്ച് ഫാംസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിനകത്തൊക്കെ പല തരത്തിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സ്ട്രോബെറി ഫാംസ് ഒക്കെ കിടന്ന് അഴുകി പോകുന്നത് അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ടോട്ടലി അദ്ദേഹം പറയുന്നു ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നൊക്കെ പറയുന്നെങ്കിലും പ്രൈസിനകത്തൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു 2-നും 3-നും ഇടയ്ക്കാണ് ഇപ്പോഴും ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത്. അത് പക്ഷേ പ്രൈസ് ഡിഫറൻസ് ഒന്നും അതിൽ കാര്യമായിട്ട് വന്നിട്ടില്ല. അമേരിക്കയുടെ തന്നെ ലിക്കർ ബിസിനസിന്റെ, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ആയിരുന്നു കാനഡ അമേരിക്ക എന്നുള്ള സകല ലിക്കറും ഇവിടുത്തെ ഉള്ള എല്ലാ ലിക്കർ സ്റ്റോറിൽ നിന്ന് ഒഴിവാക്കി. അത് തന്നെ ലിക്കർ ബിസിനസ്സുകൾക്ക് അമേരിക്കയിൽ വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ട്രംപിന്റെ ഇത്രയും നാള് ട്രംപ് അമേരിക്കയുടെ ഗ്രേറ്റ്നെസ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളും ഒരു ബൂമറാങ്ക് പോലെ തിരിഞ്ഞു വരുന്നതായിട്ടാണ് മൊത്തത്തില് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പല അമേരിക്കൻസുമായിട്ട് നമ്മൾ ഡയറക്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ 1-to-1 സംസാരങ്ങൾ നടത്തുന്ന സമയത്തും ദേ ആർ നോട്ട് ഹാപ്പി. അവർ പറയുന്നു ഇവിടെ എക്സ്പെൻസ് വളരെ കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഒരു ഹോട്ടൽ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ഒരു $100-150 അത്യാവശ്യം നല്ലൊരു റൂം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് ഒറ്റയടിക്ക് ഒരു $200-250 എന്നുള്ള രീതിയിലേക്ക് കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽസിലെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇമിഗ്രൻസ് ആയിരുന്നു. അപ്പൊ ലേബർ ചാർജ് ഒക്കെ വളരെ കുറച്ച് പൈസ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതേ റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ മിനിമം വേജസിന് ആൾക്കാർ വെച്ച് അത് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല. പിന്നെ അതിന്റെ പുറത്ത് തന്നെ ഇങ്ങനത്തെ ഉള്ള ടെൻഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ ഇൻഡസ്ട്രിയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കനേഡിയൻസ് ഒന്നും ഇപ്പോ US-ലേക്ക് ഫ്ലൈ ചെയ്യുന്നില്ല. US-ലോട്ടുള്ള ഫ്ലൈറ്റിന്റെ ഒക്കെ ഒരു 30% വരെ അവിടെ ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ വിന്റർ ആവുന്ന സമയത്ത് കൂടുതൽ കനേഡിയൻസ് എല്ലാം പോകുന്നത് ഈ അമേരിക്കയുടെ തന്നെ ഫ്ലോറിഡ പോലത്തുള്ള വാമായിട്ടുള്ള പ്രദേശത്താണ്, അല്ലെങ്കിൽ കാലിഫോർണിയ പോലത്തുള്ള മഞ്ഞ് വീഴാത്ത സ്ഥലങ്ങളിലേക്ക് കുറെ പേര് ഇവിടുന്ന് പോകുന്നു. പക്ഷെ അപ്പൊ ഇപ്രാവശ്യം ഞാൻ സംസാരിച്ച ഒട്ടുമിക്ക ആൾക്കാരും വെക്കേഷൻ സമയത്ത് പോലും അവർക്ക് US-ൽ പോകാൻ താല്പര്യമില്ല. അവർ പകരം ഇപ്പം ഓസ്ട്രേലിയ അല്ലെന്നുണ്ടെങ്കിൽ UK അല്ലെ യൂറോപ്പിലോട്ടൊക്കെ പോകാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അവർ സൗത്ത് അമേരിക്ക, കരീബിയൻ ദ്വീപുകളിലൊക്കെ പോകാനാണ് ഇവരെല്ലാം താല്പര്യപ്പെടുന്നത്. ഫ്ലോറിഡയെക്കാട്ടി ചീപ്പാണ് നേരെ ജമൈക്കയിൽ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ US-നെ കംപ്ലീറ്റ് ആയിട്ട് നൈബർ ആയിട്ടുള്ള കാനഡ ഡീകപ്പിൾ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കൺട്രീസ് ഇതുപോലെ തന്നെ ഡീകപ്ലിംഗ് മോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ താമസിയാതെ തന്നെ US-നെ കാണാൻ കഴിയുമെന്നാണ് ഇപ്പം ഇന്റേണലി ഇപ്പം കനേഡിയൻ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പം കൂടുതൽ വഷളാവും. ഇപ്പൊ ഈ 100% താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അതിനെ ഏത് രീതിയിലും ചൈന പ്രതിരോധിക്കും. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയിരുന്നു US. അപ്പം US ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം US-നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഓപ്ഷൻ ഇല്ല. ചൈനയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ചടപടാന്ന് പറഞ്ഞ സാധനം ഒന്നും പിടിച്ച് വാങ്ങിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇന്ത്യയായിട്ട് ഓൾറെഡി വഷളായിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ എല്ലാ തരത്തിലുള്ള പദ്ധതികളും ബൂമറാങ്ക് ആയി എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. അത് ഇനി അദ്ദേഹം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പോളിസികൾ മാറ്റുക ഇങ്ങനത്തെ ഉള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണല്ലോ. അപ്പൊ അത് എങ്ങനെ തീരും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു ക്ലാരിറ്റി ആർക്കും ഇല്ല. ഈവൻ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന് പോലും ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കോർ വോട്ടേഴ്സ് ആയിരുന്നു ഫാമേഴ്സ്, അങ്ങനത്തെ ഉള്ള റെഡ്നെക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ സപ്പോർട്ടേഴ്സ്. അവരൊക്കെ ഇപ്പം ഏകദേശം ഒന്നുകിൽ മിണ്ടാതിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സംഭവിച്ച വീഴ്ചയെ പറ്റി ചെറിയ തോതിലൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പം സംഭവിച്ചു കഴിഞ്ഞില്ല. ഇപ്പൊ ഓൾറെഡി അദ്ദേഹം വന്നു കഴിഞ്ഞു. ഇനി 4 വർഷം വരെ ഇത് ഇനിയിപ്പം
ചുമന്നുകൊണ്ട് നടക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ ജഗത്, ഇതിൽ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാം ഫോർബ്സിന്റെ പുതിയൊരു പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ട്രംപ് സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കക്കാർക്ക് സാമ്പത്തിക രംഗത്ത് വലിയ ശോഷണം ഉണ്ടാകുമ്പോൾ ട്രംപിന് ഇതെല്ലാം നല്ല രീതിയിൽ ഗുണപ്രദമാകുന്നുണ്ടെന്നല്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ട്രംപിന്റെ സാമ്പത്തിക നില, ഇതെങ്ങനെയാണ് ട്രംപിന് ഗുണപ്രദമായത്? ഈസ് എ ബിസിനസ് മാൻ, ഡെവിളിനോട് പോലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ആളെന്നാണ് നമ്മൾ പൊതുവിൽ ട്രംപിനെ കുറിച്ച് പറയാറുള്ളത്. അതിനെ കുറിച്ച് കൂടി പറയാം. ട്രംപിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ, അതെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർബ്സ് റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ നെറ്റ് അസറ്റിൽ ഒരു $3 ബില്യൺ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അത് ഒരു ഇപ്പൊ പുതിയതായിട്ടുള്ള ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർബ്സ് 400 ലിസ്റ്റിൽ അദ്ദേഹം 118 പൊസിഷൻസ് ഇംപ്രൂവ് ചെയ്ത് ഇപ്പൊ 201 പൊസിഷനിലാണ്. ലോകത്തിലെ 201ാമത്തെ ഏറ്റവും വലിയ ധനികനാണ് ട്രംപ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് $7.03 ബില്യൺ ആയിരുന്നു. അദ്ദേഹം 2024 ഈ ക്യാമ്പയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 4 ബില്യൺ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 100% ജമ്പാണ് അദ്ദേഹത്തിന്റെ നമുക്ക് കാണാൻ കഴിയുന്നത് നെറ്റ് അസറ്റിനകത്ത്. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ജമ്പിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ വലിയ രീതിയിൽ മാനിപ്പുലേഷൻ നടത്തുന്നതായിട്ടാണ് ഇപ്പൊ ഫോർബ്സിന്റെ ഒക്കെ ഒരു ഡേറ്റ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി വലിയ രീതിയിൽ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു US ബൈഡന്റെ സമയത്ത്. അപ്പം ട്രംപ് വന്ന ശേഷം അതിന്റെ ഒരു റെഗുലേഷൻസ് ഒക്കെ കുറെ മാറ്റിയിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്രസിഡന്റ് തന്നെ സ്വന്തമായിട്ട് ക്രിപ്റ്റോ കറൻസി ഇറക്കുമ്പോൾ ആ ക്രിപ്റ്റോ കറൻസിയിലുള്ള ട്രസ്റ്റ് ആൾക്കാർക്ക് കൂടുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് വാങ്ങിക്കും. കാരണം ക്രിപ്റ്റോ കറൻസി അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് അതിന്റെ വില. അത് ആരുടെയും കൺട്രോളിലല്ല ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിനകത്തോട്ട് കൂടുതൽ ക്രിപ്റ്റോ കറൻസികൾ അദ്ദേഹം കൊണ്ടുവന്ന ശേഷം അതിന് കൂടുതൽ വില അസ്യൂം ചെയ്യുന്നു. ഇപ്പൊ ട്രംപ് ഇത്ര കോടി രൂപയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര $1 ബില്യൺ ക്രിപ്റ്റോ കറൻസി കൈവശം വെച്ചേക്കെന്ന് പറയുമ്പോൾ അതൊരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനും അതിനെ കൂടുതൽ അതിനെപ്പറ്റി ഒരു ചിന്തിക്കാൻ കൂടുതൽ ഒരു മോട്ടിവേഷൻ വരും. അപ്പം ട്രംപിന് കൈവശം വെക്കാൻ പിന്നെ എനിക്കും കൈവശം വെച്ചാൽ എന്താ എന്നുള്ള രീതി. അപ്പം ട്രംപ് സ്വന്തമായിട്ട് അത്രയും ക്രിപ്റ്റോ കറൻസി കൈ വെച്ചേക്കുന്ന സമയത്ത് തന്നെ അപ്പൊ അദ്ദേഹം പിന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരും എന്നുള്ളത് ആരും വിശ്വസിക്കത്തില്ല. അപ്പൊ എന്റെ കയ്യിൽ കുറെ സാധനമുണ്ട്, അപ്പൊ ആ സാധനത്തിന്റെ വില പോവാതിരിക്കേണ്ടത് എന്റെ തന്നെ ആവശ്യം എന്നുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് അദ്ദേഹം മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ ഇങ്ങനത്തുള്ള ഒരു ഷാബി ആയിട്ടുള്ള ഡീലിങ്സിലൂടെ. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 3 മക്കളും ചേർന്നിട്ടാണ് ഈ ഡീലുകളെല്ലാം നടത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകനായ ജാർഡ് കഷ്ണർ അഫിനിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഫേം ഉണ്ട്, ഒരു അസറ്റ് മാനേജ്മെന്റ് ഫേം ഉണ്ട്. അപ്പൊ ആ ഫേമുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും ഇൻവെസ്റ്റ്മെന്റുകൾ അദ്ദേഹം നടത്തുന്നതായിട്ട് ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ EA സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. ഒരു വലിയൊരു ഗെയിമിംഗ് കമ്പനിയാണ് US തന്നെ. ആ ഗെയിമിംഗ് കമ്പനിയുടെ കൺട്രോള് ഇപ്പം ജാരഡ് കഷ്ണർ ഏറ്റെടുത്തു എന്നാണ് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് വരുന്നത്. അപ്പം ഈ അമ്മായി അച്ഛന്റെ പവറില് ഈ മക്കള് ഇങ്ങനെ ഇത് മരുമോൻ ഈ സാധനങ്ങൾ വാങ്ങിച്ച് അല്ലെന്നുള്ള കമ്പനികൾ വാങ്ങിച്ച് കൂട്ടുന്നു, അല്ലെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു, ദുബായിൽ ഹോട്ടൽ അതെ, അതൊരു അമേരിക്കൻ സ്റ്റൈൽ പിണറായി വിജയസമാണ് ഇവിടെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്രിപ്റ്റോ കറൻസി ഒന്നാണ്. അതിന്റെ കൂടെ തന്നെ ഈ മരുമോന്റെ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, പിന്നെ ഇതിന് പുറമെ തന്നെ ട്രംപിന്റെ സ്വന്തം കമ്പനിയുണ്ട്, ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ ആ കമ്പനി അദ്ദേഹം പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അത് ഈ ഇടയ്ക്കാണ് നടത്തിയത്. പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ കമ്പനിയാണ്. അപ്പൊ അതിന്റെ സ്റ്റോക്കുകൾ വാങ്ങിക്കേണ്ടത് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം ഭൃത്യന്മാരുടെ എല്ലാം ഓബ്ലിഗേഷനായി മാറും. അതുപോലെ തന്നെ പല ടെക് കമ്പനീസും നമുക്കെല്ലാം അറിയാം, ഗൂഗിള് അല്ലെ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പല ടെക് കമ്പനീസും ട്രംപ് ഇരിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ മുട്ടിലെഴയുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം ട്രംപിനെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടൊന്നും അവർക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം അൺഎത്തിക്കൽ ആയിട്ടുള്ള മോറലി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പവറാണ് അദ്ദേഹം പൊളിറ്റിക്സിലിരുന്ന് എല്ലാ ബിസിനസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പം മനസ്സിലാവും. ഇങ്ങനത്തെ ഉള്ള ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനും എനിക്കും എന്റെ 3 മക്കൾക്കും ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാവണം എന്നുള്ള ഒരു
മോട്ടിവേഷൻ ആണ്. അദ്ദേഹം ഇതിനു മുന്നേ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2016, 2020 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്തിനകത്ത് $1 ബില്യൺ കുറവായിരുന്നു യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കൂടുതൽ സ്വത്തുകളും റിയൽ എസ്റ്റേറ്റുമായി പരമായിട്ടുള്ള സ്വത്തുകളാണ് ഉണ്ടായിരുന്നത്, അല്ലെ റിസോർട്ട്, അല്ലെ കോണ്ടിമോണിയംസ്, അല്ലെങ്കിൽ വലിയ പ്രോജക്റ്റുകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ വെൽത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നിപ്പം ട്രംപ് പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന്റെ മെയിൻ വെൽത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ കമ്പനി, അതിന്റെ കൂടെ തന്നെ ക്രിപ്റ്റോ കറൻസി, അതും കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ പവർ, പ്രസിഡന്റ് എന്നുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെല്ലാം ഇപ്പൊ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതിപ്പോ ഫോർബ്സിന്റെ ലിസ്റ്റോ അല്ലെ അതുപോലത്തുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എനിക്ക് സ്വത്ത് കൂടണം, അമേരിക്കയിലുള്ളവർ ഇനി എത്ര പൈസ കൊടുത്ത് 100% താരിഫ് അടിച്ചാലും വേണ്ടില്ല, അവർക്ക് എന്തായാലും സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അതിന് ഒരു അധിക താമസമില്ലാതെ തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ട്രംപ് ഇപ്പൊ അധികാരത്തിൽ എത്തിയിട്ട് ഒരു 10 മാസം ആവുന്നേ ഉള്ളൂ. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അടുത്ത വർഷം ഒരു ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ യഥാർത്ഥ പിക്ചർ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാവുന്ന തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ജയത്തിന്റെ അവസാന ചോദ്യം ക്വിക്കായി, ഇത് ചൈനയ്ക്കാണ് താരിഫ് അടിച്ചു കൊടുത്തത്. ചൈന ഇതെങ്ങനെ, അവർക്ക് പ്രധാനപ്പെട്ട ഒരുപാട് മറ്റ് എന്താ പറയാ ബിസിനസ് നടത്താൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്, മാർക്കറ്റുകളുണ്ട്. എന്നാലും ചൈന എങ്ങനെയായിരിക്കും ഈ 100% താരിഫ്? കാര്യം അവരുടെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് അമേരിക്ക. അതിനെങ്ങനെ മറികടക്കും? അത് ചൈന ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചൈന റെയറത്ത് ലിമിറ്റ് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇങ്ങനത്തുള്ള ഒരു വിരട്ടലുമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത്. ബട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന വേൾഡിന്റെ ഒരു ഫാക്ടറി തന്നെയാണ്. അപ്പം അവരെ സംബന്ധിച്ച് US കയറ്റി വിടുന്ന ഗുഡ്സ് അവര് കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട് റീഅലൈൻ ചെയ്യേണ്ടി വരും. നമ്മുടെ ഒരു നമ്മളുടെ ഒരു കൺസെപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുണ്ട്, ഒരു കൺസ്യൂം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം നമ്മൾ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് ആൾക്കാർ എത്തി, ദാരിദ്ര്യത്തിൽ നിന്നും ഇനി മിഡിൽ ക്ലാസ്സിലേക്കാണ് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാർ. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മിഡിൽ ക്ലാസ്സിലേക്ക് ഈ ദാരിദ്ര്യ രേഖയിൽ നിന്നുള്ള ആൾക്കാർ മേളോട്ട് വരുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള റിസോഴ്സസുകൾ വേണ്ടി വരും. അപ്പൊ ആ റിസോഴ്സസുകളെല്ലാം അല്ലെങ്കിൽ അങ്ങനത്തുള്ള പല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സുകളെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യക്കാർക്ക് തന്നെ അകത്ത് കൺസ്യൂം ചെയ്യുന്നതിന് എത്രത്തോളം ലിമിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ചൈന കൂടുതലായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു സഹകരണത്തിൽ വന്നിട്ട് നമ്മൾ ചൈനയുടെ പുറത്ത് കൊടുത്തിട്ടിരിക്കുന്ന താരിഫ്, അല്ലെ ചൈനയുടെ പുറത്ത് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തേക്കുന്ന താരിഫ് ഒക്കെ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ചൈന ചെയ്യാൻ പോകുന്നതായിരിക്കും ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന സാഹചര്യം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് കൂടുതൽ ഈസിയായി മാറും, അല്ലെങ്കിൽ അവർ കുറച്ച് നല്ല രീതിയിൽ ഒരു ബന്ധം വരും. കാരണം ചൈനയുടെ ഒരു ഫാക്ടറി ഇന്ത്യയുടെ ഒരു കൺസപ്ഷനോട് ആകുമ്പോഴത്തേക്ക് അത് ബാലൻസ് ചെയ്ത് പോകാൻ ചൈനയ്ക്ക് പറ്റും. അല്ലാതെ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഉള്ള വേറെ രാജ്യങ്ങളൊന്നും ഇപ്പൊ അവൈലബിൾ അല്ല. അപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യ ആയിരിക്കും. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കയും പിന്നെ ആഫ്രിക്കയും തന്നെ ആയിരിക്കും ചൈനയുടെ ഏറ്റവും വലിയ ഫോക്കസ്. കാരണം അപ്പൊ ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇന്ത്യയുടെ എക്കണോമിയും ടോട്ടൽ ആഫ്രിക്കൻ എക്കണോമിയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മുടെ പോപ്പുലേഷനും ആഫ്രിക്കൻ പോപ്പുലേഷനും ഇന്ത്യൻ പോപ്പുലേഷനും ഓൾമോസ്റ്റ് നമ്പറിൽ സിമിലർ ആണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആഫ്രിക്ക ഒരു ജൈന്റ് മാർക്കറ്റ് ആണ്. അവിടെ ഒരു അതീവ ദാരിദ്ര്യത്തിൽ നിന്നും ആൾക്കാർ ഇപ്പോൾ ഒരു ദാരിദ്ര്യത്തിലേക്ക് പയ്യെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന അവിടെ പല പ്രോജക്ട്സുകളും നടന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പല രാജ്യത്തും ചൈനയുടെ നേതൃത്വത്തിൽ റെയിൽവേകൾ പണിയുന്നുണ്ട്, പോർട്ടുകൾ പണിയുന്നുണ്ട്, അവരുടെ ഗുഡ്സുകൾ ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. ചൈനയുടെ ഷിപ്പ് ബിൽഡിംഗ് കപ്പാസിറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 350 ടൈംസ് ആണ് US-നെക്കാട്ടി. അപ്പൊ ചൈനയെ സംബന്ധിച്ച് ചൈന തന്നെ ഷിപ്പ് ഉണ്ടാക്കുന്നു, അതിൽ തന്നെ അവരുടെ സാധനങ്ങൾ കയറ്റുന്നു, ആഫ്രിക്കയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതിപ്പോ തുണിയാണെങ്കിലും ശരി, കാർ ആണെങ്കിലും ശരി, കമ്പ്യൂട്ടർ ആണെങ്കിലും ശരി, എല്ലാം ചൈനയിൽ നിന്നാണ് ഈ പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളിലേക്കെല്ലാം പോകുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് പണ്ട് അമേരിക്കയുടെ മാത്രം ഒരു നിഴലിലുണ്ടായിരുന്ന ഒരു ഭൂപ്രവിശ്യയായിരുന്നു. അവിടെ ഒരു കോളനൈസേഷന്റെ ഭാഗമാണ്. അവരെ നമ്മളെല്ലാം കണ്ടാണ്. ബ്രസീൽ ആണെങ്കിൽ പണ്ട് പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നു, സ്പെയിന്റെ കോളനി ആയിരുന്നു, മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ മെക്സിക്കോയും മറ്റുള്ള ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനത്തെ അവരുടെ കോളനികൾ. അപ്പൊ ആ കോളനികളിലുള്ള ആൾക്കാരെല്ലാം വളരെ
മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്ര നാൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ രാജ്യങ്ങളെല്ലാം ഇപ്പൊ സ്ട്രാറ്റജിക്കലി കൂടുതൽ ചൈന അല്ലെന്നുണ്ടെങ്കിൽ ബ്രിക്സ് അലൈൻമെന്റിന്റെ കൂടെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു അലൈൻമെന്റിനെ ഫ്യൂല് ചെയ്യുന്നത് എക്കണോമി എന്ന് പറയുന്നത് ചൈന തന്നെ ആയിരിക്കും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കറ്റ് പ്രൊഡക്ട്സ് അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുക. അപ്പൊ അവിടെയുള്ള പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു കൺസപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി ചൈന എല്ലാ രീതിയിലും മുന്നിട്ടിറങ്ങുന്നു തന്നെ നമുക്ക് ഇപ്പൊ യു എസിൽ പോപ്പുലേഷൻ ഉണ്ട്, ഒരു 30 കോടി ജനം യു.എസിലുണ്ട്. പക്ഷേ ഇപ്പം ഈ ചൈന ഒന്ന് സ്ട്രാറ്റജിക്കലി അലൈൻ ചെയ്ത് കഴിഞ്ഞപ്പം ആഫ്രിക്ക, ഇന്ത്യ, ലാറ്റിൻ അമേരിക്ക ഈ 3 സ്ഥലം കൂടെ വെച്ച് കഴിഞ്ഞാൽ ചൈന ഇപ്പൊ ഉണ്ടാക്കുന്നതിനെക്കാട്ടി 3 ടൈംസ് സാധനങ്ങൾ ചൈനയ്ക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഇങ്ങോട്ടുള്ള എല്ലാം ചൈനയ്ക്ക് കയറ്റി വിടാൻ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ ഇന്ത്യയും ചൈനയുമായിട്ട് ഒരു കോർപ്പറേഷനിൽ എത്തിയ ശേഷം ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയുമായിട്ട് നമുക്കൊരു നല്ല ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞു. ഓൾറെഡി ഇപ്പം ബ്രസീൽ ഒരു വലിയ ഒരു ഫോഴ്സ് ആണ് ബ്രിക്സിലെ. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിക് അലൈൻമെന്റ് അത് നമുക്ക് മുതലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പ്രയോജനമായിരിക്കും എന്ന് വേണം ഇപ്പം അനുമാനിക്കാൻ. എന്തായാലും ജഗത്, നമുക്ക് വരുന്ന ദിവസങ്ങൾ കൂടുതൽ അതിന്റെ ഇൻഡെപ്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യം ഒക്കെ വളരെ രൂക്ഷമാണെന്നത് യാഥാർത്ഥ്യമാണ്. വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും സമയം മറുനാടോട് ചെലവഴിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.